ഇൻട്രോ നിങ്ങൾ പറയും. ഹലോ ഗായ്സ്. ഇതാകളെ ഇൻട്രോ. കാക്കുവിനെ മടി കഴിക്കണം, മടി മടി. ഞാൻ വ്ലോഗ് എടുക്ക നീച്ച പറഞ്ഞപ്പോ ഇജെടുക്കന്ന് വ്ലോഗേ. ഞാൻ പൊതപ്പ് താത്തല്ലേ, പൊതപ്പ് താത്തല്ലടാ ചത്തല്ലേ. ഉണ്ടോ ട്രൗസർ? അപ്പൊ ഗൈസ് അങ്ങനെ ഇന്നത്തെ വ്ലോഗ് എടുക്കുന്നത് കുഞ്ഞോളാട്ടോ. ഇല്ലട്ടോ, കുറച്ചേരം രാവിലത്തെ രാവിലെ എനിക്ക് ഓൽക്ക് ഒന്നാമത് നിങ്ങളെ ഓഡിയൻസ് ആണ്, ലൈലാത്തി ഒക്കെ നിങ്ങളെ ആൾക്കാർ വേണമെന്നില്ലേ. അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് കുഞ്ഞോളാണ് വ്ലോഗ് എടുക്കാൻ പോകുന്നത്. ഞാൻ എടുത്ത് കഴിഞ്ഞല്ലോ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഫുള്ള് വ്ലോഗ് എടുക്കണം എന്നല്ല പറയണേ. നമ്മള് 30 മിനിറ്റ് വ്ലോഗ് ഉണ്ടാവും. ഒരു 5 മിനിറ്റ് തന്നെ രാവിലത്തെ ഈ കുട്ടികളൊപ്പമുള്ള ഒരു സംഭവം എടുക്കാനാണ്. ഒരു 5 മിനിറ്റ് 2 ഷോർട്സും 5 മിനിറ്റ് വ്ലോഗും. പിന്നെ ഈ കുട്ടികളെ പറഞ്ഞേക്കാൻ ഞാൻ വ്ലോഗ് എടുക്കട്ടെ, ഞാൻ വ്ലോഗ് എടുക്ക. നിങ്ങൾ കുട്ടികളെന്ന് മാറ്റി കൊടുക്കുവോ? ഐ ആം റെഡി. 5 മിനിറ്റ് പറഞ്ഞാലേ ഫുൾ ടൈം എടുക്കാനല്ല പറയണേ. 5 മിനിറ്റിലാണ് കുട്ടികൾ പോണ നേരത്തെ നോക്കാം. പാടെ കൂട്ടിയിട്ട് 5 മിനിറ്റ് മതി. ഒരാളൊക്കെ കഴിച്ചു. പിന്നെ ഞാനും തന്നെ അപ്പോഴത്തേന് ഒന്നൊന്ന് കണ്ണു ചോദിച്ചാല് നമുക്ക് നല്ല ഡോക്ടർക്ക് പോവാം. അത് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പല്ലിന്റെ ഇതൊന്ന് പറയോ എന്നുള്ളത്. അലൈനറിന്റെ ഫുൾ വീഡിയോ ചെയ്യോ, ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ടിഷ ബേബി ഇവിടെ നീച്ചിക്കണം കേട്ടോ. ടിഷുമ്മ ടിഷുമ്മ അബ്രുവിനെ വിളിക്കല്ലേ? ബ്രുവാ ഞാൻ നടക്കേ. ബനി രാവിലെ നീച്ചു. അത് ആ ഒരു ടിപ്സ് എൻ്റെ അപ്പച്ചിക്കും പിന്നെ എൻ്റെ അബ്രുവിനൊന്ന് പറഞ്ഞു കൊടുക്കൂടി. എങ്ങനെയാണ് രാവിലെ നീച്ചു സ്കൂൾക്കൊന്നും പോകും. അപ്പൊ തിരിയും ചെലപ്പോ, അപ്പൊ നീച്ചൂല്ല. വെള്ളിയാഴ്ച ഇതേമാതിരി കൊറേ നേരം ഉറങ്ങണം കരുതും കേട്ടോ. പക്ഷെ വെള്ളിയാഴ്ച രാവിലെ നീച്ചു. മദ്രസ ഇല്ലാത്ത ദിവസേ, ഞായറാഴ്ച പിന്നെ മദ്രസ ഉണ്ടാവും. ഞങ്ങൾക്ക് രാവിലെ നീച്ചണം. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് അങ്ങനെ. എവിടെ മുറി? എനിക്ക് മുറി ആയിരിക്കും. അങ്ങനെ നോക്കിയാൽ കൊറേ ഉണ്ടാവും. മേല് മൊത്തം മുറി തന്നെയാക്കാരം ജിബ്രാനെ. മുറി ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ല. ആ കണ്ടു. എന്നാ ഞാൻ അബ്രുവിനെ വിളിച്ച നടന്നാണ്. ഇബ്രു ചായ അടിച്ചിക്കണോ? വെയിറ്റ് കണ്ണുകണ്ട് അടിച്ചില്ല. ടിഷ ബേബിനെ കൊണ്ട് അടുക്കളയ്ക്ക് പോണം. വ്ലോഗ് 5 മിനിറ്റ് എടുക്കണം. 5 മിനിറ്റ് ഞാൻ ഇവിടുന്ന് തന്നെ ഉണ്ട് എടുക്കുക. നിങ്ങളെ കാണിച്ചു. പിന്നെ ഞാൻ വ്ലോഗ് എടുക്കുമ്പോ നമുക്ക് കാക്കുവിനെ ഇങ്ങനെ കാണിച്ച അല്ലേ? കുറവായി. കാക്കുവിന്റെ ലേഡീസ് ആരാധകർക്ക് വേണ്ടിട്ട് അബ്രഹാം ഗുഡ് മോർണിംഗ്. അബ്രു അച്ഛണ്ടാക്കല്ലേ? നീച്ച് 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 നോക്ക. 9 മണിയായി. അബ്രു ഗെയ്സ്, അബ്രു നോക്കി. അബ്രു നോക്ക. ഇബ്രു കാക്കൂന് ബസ് വരാനായിക്കണേ. ഇതിങ്ങനെ മറച്ചടിച്ച കുപ്പായൊന്ന് കൂരിട്ടാണോ കിടക്കണത്? ജിബ്രാനായി എ സി ഓഫ് ആക്കി കിടക്കാനല്ല പറഞ്ഞത് അല്ലേ? ജിബ്രു ആ എ സി ഓഫ് ആക്കി പിന്നെ അബ്രു അബ്രഹാം നീച്ച് 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 കണ്ണു തുറന്ന നോക്കട്ടെ. എന്റെ കണ്ണിൽ എന്താ നോക്കട്ടെ. അവന്റെ കണ്ണിൽ എന്താടാ?
എന്താ കണ്ണിന്റെ മേലെ കണ്ണു തുറന്നാ നോക്കട്ടെ നോക്കട്ടെ ഉദാ തൊട്ടാ കാണൂല കണ്ണ് തുറക്കണം നോക്കട്ടെ എന്ന് തുറന്നു നോക്കേ നോട്ടെ അത് കണ്ണുറക്കുമ്പോ ഉണ്ടോ നോക്കട്ടെ മച്ചി ശരിക്കും ഇല്ല അതാ ശരിക്കും തുറക്ക് മെല്ലനില്ല തുറക്ക് നോക്കട്ടെ കണ്ണിൽ എന്താണെന്ന് ഇങ്ങനെ തുറക്കും അപ്പോൾ ഗൈസ് ഓൾക്ക് എന്താ പറയുക ലഞ്ച് ബോക്സ് സെറ്റ് ആക്കട്ടെ കേട്ടോ ചോറൊക്കെ റെഡി ആക്കട്ടെ ഏ ടിഷ്യൂമ്പ അത് എടുത്ത് തിന്നല്ലേ എനിക്ക് ഞാൻ വേറെ ഉണ്ടാക്കി തരില്ലേ അത് ഓൽക്കാണ് അപ്പോൾ ഇന്നത്തെ പോലെ കൂട്ടാൻ അറിയണത് കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ എനിക്ക് മിച്ചേ ഉച്ചക്കൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ ടിഷ്യൂ ബേബിക്ക് ഇന്നെ കണ്ടാ പിന്നെ കാക്കുനെ പറ്റൂല മറ്റേ ഞാനിവിടെ പണി എന്തായാലും ഇതിലാണെന്നുണ്ടെങ്കിൽ കാക്കുൻ്റെ ഒപ്പം അങ്ങനെ കിടന്നുറങ്ങിക്കോളൂ പിന്നെ കണ്ടോ പിന്നെ കാക്കുനെ പറ്റൂല അപ്പൊ ഇന്ന് ഞാനും ടിഷ്യൂ ബേബിയാണ് കാക്കുകൾക്ക് എന്തുണ്ടാക്കുന്നത് ടിഷ്യൂമാക്ക് മാമു വേണം പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റൂല അബ്രു വേഗം വേഗം അടുമ്മന്റെ ഷർട്ട് എവിടെ ആ ഉപ്പ ഇവിടെ ഇരുന്നിക്കണേ മറ്റേത് മേത്തുനിന്ന് ഇറങ്ങിയിട്ടില്ലേ ഒരു ബിസ്ക്കറ്റ് എടുത്തു ആ അതാ ഇത് പറ്റൂല ഇത് മേത്ത് കുത്തുള്ളൂ അപ്പൊ തിന്നാ അപ്പോ ബിസ്ക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് പറ്റുന്നല്ലോ കേട്ടോ വായിൽ വെച്ച് നോക്കും കൂടി ഇല്ല ബിസ്ക്കറ്റ് അല്ലേ അതാ പിന്നെ കവർ കൊടുക്കണ കൈ പിടിച്ചിക്കണം ഓർക്ക് എന്താണോ സ്നാക്സിന് കൊടുക്കണത് അതിൻ്റെ ഒരു പങ്ക് ഓനക്കും വേണം അല്ലേ അതുപോലെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയിക്കണം ഇത് ഞാനേ അതാ എയർ ഫ്രയറിലാട്ടോ ഞങ്ങളെ സംഭവം എടുത്തക്കല് മറ്റേത് എവിടെ വലിപ്പിൽ വെച്ചാലും ഇവരത് തപ്പിപ്പിടിച്ചെടുത്ത് തിന്നും അപ്പോൾ ഞാൻ സ്നാക്സിന് വാങ്ങണ സംഭവം ഇതിലാവുമ്പോൾ കാണലില്ലേനി ഇതുവരെ ഇനിയിപ്പോൾ അവിടുന്ന് മാറ്റണം കിട്ടിയില്ല ആ നീ സ്ഥലം മാറ്റാനയക്കണം അപ്പോൾ അല്ലേ ഇപ്പം ഇജ്ജ് കണ്ടില്ലേ അപ്പം ഇനി നേരെ ഇവിടെ വന്ന് തരയൂലേ അപ്പം ഞാൻ അത് ഇവിടുന്ന് എടുത്ത് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കും ഗൈസ് അങ്ങനെ അബ്രുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അബ്രു ചായ കുടിക്കാണ് കേട്ടോ അബ്രു വീത്തുന്ന് ഇബ്രു അതെൻ്റെ ട്രൗസർ അല്ലേ അതവിടെ നിന്ന് എടുത്താ ഒക്കെ അയച്ച് എവിടെയാണോ അയച്ചിടണം അവിടെ അങ്ങോട്ട് ഇടുക പിന്നെ ഓല ബാക്ക് കൂടെ നടന്ന് അതിങ്ങനെ ക്ലീൻ ചെയ്യാൻ ഒരാളും ആ എനിക്കൊക്കെ ഉള്ള സ്വഭാവമാണിത് പാലുടി അപ്പം ഇന്നത്തെ അബ്രുവിന് അപ്പവും ചിക്കനും ഒരു എഗ്ഗും ആണ് കേട്ടോ പിന്നെ ടിഷ ബേബി ഉണ്ട് കേട്ടോ ഇവിടെ അവളെ എവിടേക്കും പോയിട്ടില്ല അവളിൻ്റെ മടിയിൽ നിന്ന് എവിടേക്കും പോയിട്ടില്ല അല്ലേ ടിഷ അബ്രു വേഗം തിന്ന് ടൈമില്ല തൊടാനും ഇല്ല കാണാനും ഇല്ല അവനക്ക് പഠിക്കണ ബുക്കാണ് കേട്ടോ ഇബ്രു കരാട്ടൻ്റെ ഡ്രസ്സില്ലേ അത് ആ കവറിലാക്കിങ്ങാണ്ട് ബാഗിലിട്ടളാം ഓല മാറ്റിലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പൗഡർ ഇടണം അപ്പോൾ ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇടും അല്ലേ അബ്രുവിൻ്റെ ഗെറ്റ് റെഡി മേക്കപ്പ് അല്ലേ അബ്രു പോയിക്കോളി
കഴിഞ്ഞിട്ട് ഇനി ഇബ്രൂവിന് ഇട്ട് കൊടുക്കണം കേട്ടോ. മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക്. അത് നമ്മളന്ന് ഇബ്രൂവിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് എന്താ മോയ്സ്ചറൈസർ എപ്പോഴും ഫേസിൽ ഇട്ട് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ടിഷ ബേബിന്റെ പൗഡറും ആണ് അല്ലേ. ടിഷന്റെ പൗഡർ എടുക്കണ്ടെന്നുള്ളതാണ് അവള് പറയണത്. കണ്ടോ കണ്ടോ പൗഡർ തുടച്ചെടുക്കുക. എന്റെ പൗഡർ ഇങ്ങോട്ട് കൊണ്ടാന്ന്. ഇനി ഇബ്രുവിനെ മാറ്റി കൊടുക്കട്ടെ കേട്ടോ. ഇനി അബ്രു ആണോല്ലോ വീഡിയോ എടുക്കണത്. കറക്റ്റിൽ എടുക്കണം കേട്ടോ. ഇബ്രുവിനെ മാറ്റി കൊടുക്കണത് അബ്രു ആണ് വീഡിയോഗ്രാഫർ. ക്യാമറമ്മ പിടിക്കരുത്. ഇവിടെ പിടിച്ച് കിട്ടുണ്ടോ? ഇബ്രു കാക്കുനെ കിട്ടുണ്ടോ? ഇല്ലല്ല. ചെറിയിലാണ് കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ. ഒരു ഫോൺ പിടിച്ചാനും കൂടി ഇഞ്ചാവൂത കുഞ്ഞിന് വയ്യ. ഭക്ഷണം കഴിക്കണം ഔതാ ഭക്ഷണം. ഇബ്രുവിൻ്റെ ഫേസിലുള്ള ഈ വെള്ളപ്പാടുകൾ മാറാനാണ് ഫേസിൽ എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞത്. അത് കാൽഷ്യത്തിൻ്റെ കുറവല്ല അല്ല എന്നാണ് പറഞ്ഞത്. ഡ്രൈ ആകുമ്പോൾ വരുന്ന ഇതാണത് അല്ലേ. അതുകൊണ്ട് എൻ്റെ മോയ്സ്ചറൈസർ അങ്ങോട്ട് കാലിയായി. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണതേ. ഓനക്ക് ഒറ്റക്ക് പോരാ അല്ലേ. എനിക്കിടുമ്പോ നിക്ക് ഞാൻ ഓല എടുക്കാനൊന്നല്ല പോണത്. മാറ്റി കൊടുക്ക എന്നോ വിരുന്ന് വരും പറഞ്ഞതല്ലേ. അപ്പോൾ രണ്ടാളും റെഡി ആയിട്ടോ. അവൻ്റെ കിറ്റ് എവിടെ? കിറ്റ് എവിടെ? വീഡിയോയിലാടാ കുറക്കണേ. എന്നാ കിറ്റ് പിടിച്ചോ. ഇത് എടുത്തുക്കണോ? കരാട്ടെ ഡ്രസ്സ് എടുത്തുക്കണോ? എടുത്തിട്ടില്ലേ? അല്ല അപ്പം എന്തിനാ ഇവിടെ ഇരിക്കണേ? യാത്ര അയക്കാനാ? ഓ പാവല്ലേ, നല്ലൊരു കുട്ടിയാണല്ലേ. അപ്പം എന്ത് എവിടക്ക് ചെന്നപ്പോയി ടിഷ ബേബിൻ്റെ കേട്ടോ അവിടെ. ടിഷ ബേബി പിന്നെ നമ്മൾ ഒട്ടിയേ നിൽക്കുള്ളൂ. ഒരവയവാണില്ല അല്ലേ ചുമ്മാ. എന്ത് ബസ് വരുമ്പോ അസ്സലാമലൈക്കും അസ്സലാമലൈക്കും ടാറ്റാ. ഓല് പോയില്ലേ? എനിക്ക് സമാധാനമായോ? ഹാപ്പി ആയോ ഓല് പോയപ്പോ? യു ആർ ഹാപ്പി? ജു ഹാപ്പി ആയോ? എവിടെ ഇബ്രു കാക്കു? എവിടെ ടീച്ച? എവിടെ ഇബ്രു അൽച്ചാക്ക? ഗൈസ് അങ്ങനെ അബ്രും ഇബ്രു ഒക്കെ സ്കൂൾക്ക് പോയി. അപ്പോൾ ജിബ്രാനി ഞാൻ എന്താക്കേണ്ടത്? ചായ കുടിച്ചാണ്. അപ്പോൾ എനിക്ക് ഞാൻ വാരി കൊടുക്കണമല്ലോ. അബ്രുവിന് നിങ്ങൾ വാരി കൊടുത്തില്ലേ, അപ്പം എനിക്കും നിങ്ങൾ വാരി തരണം അല്ലേ. അപ്പം ഞാനും എനിക്ക് വാരി കൊടുക്കാൻ പോവാ. ഞാനും ടിഷിയും ജിബ്രാനിക്ക് വാരി കൊടുക്കാൻ പോവാണ്. അല്ലേ ടിഷുമാക്ക് വേണ്ടേ? അപ്പം അവിടെ ഇരിക്കുക, ജുബ്രുവിൻ്റെ അടുത്ത് ഇരിക്കുക. ഇവിടെ പശുന്നെ അവിടെ ഇരുന്നോ. അപ്പോൾ ജിബ്രാൻ ചിക്കൻ പറ്റൂല. അപ്പോൾ ഞാൻ ചിക്കനിൽ കിഴങ്ങ് ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് 2 കിഴങ്ങും മുട്ടയും അപ്പോൾ പിന്നെന്താണ് ഒരു ഗ്ലാസ് പാല്. അപ്പോൾ ഇതാണ് ജിബ്രാൻ്റെ രാവിലത്തെ ഇതില്ലേ. അത് നമുക്ക് കഴിക്കല്ലേ എന്നാ. ഹലോ. അപ്പോൾ നമ്മൾ മുറ്റടിച്ച് തരാൻ വേണ്ടി ഞാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. ചെടികളൊക്കെ ഉണങ്ങി. അപ്പോൾ ഞാൻ അതിൻ്റെ കമ്പൊക്കെ വെട്ടിക്കളയാൻ നിൽക്കാം. ടിഷ ബേബീനെ മുറ്റടിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഓളെ മുറ്റത്തേക്ക് ഇറക്കി. അപ്പോൾ ഓളെ കാറിൽ ഇരുത്തിങ്ങാണ്ട് ഈ ജിബ്രാൻ ഓളങ്ങനെ ഉന്തി കൊടുക്കൂല്ലേ. ടിഷുമ്മ ടിഷയ്ക്ക് ഇഷ്ടാട്ടോ ഈ കാറിൽ ഇരിക്കണത്. കാറിൻ്റെ ഓടൊക്കെ കഴിഞ്ഞിരിക്കണ്, പക്ഷെ എന്നാലും ഓൾക്ക് ഭയങ്കര കാര്യമാണ് ഇതിലിരിക്കണത്.
അല്ലേ? എന്താ എനിക്ക് പണി? പിന്നെ ഇവന്റെ പണിയാണ് ഈ കാണുന്ന സംഭവം മുഴുവനും ഇവൻ ആ നമ്മളെ ഈ തൊടുന്ന് പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നത്. പ്രത്യേക തരം ടൈപ്പാണില്ലേ ഇപ്പം, അല്ലേ? ഞോളെ തള്ളിക്കൊടുക്കട്ടോ, മെഷീൻ മുറ്റടിച്ചോരി കൊടുക്ക. ആ നിർത്താൻ പാടില്ലേ, മെല്ലട്ടാ. ചിങ്കിരി മുത്താണ്, ഇപ്പച്ചിൻ്റെ കുട്ടിയാണ്, ഇപ്പച്ചിൻ്റെ കുട്ടിയാണ് ടിഷ ബേബി, ഇപ്പച്ചിൻ്റെ കുട്ടിയാണ്. ഗൈസ്, ടിഷ ബേബിൻ്റെ മുടി കെട്ടാട്ടോ. വേദന എടുത്തിട്ടല്ല കേട്ടോ നോലൊളിച്ചത്. ഓളെ മുടിമ്മ തൊടാൻ ഓളെ അയക്കൂല, അതുകൊണ്ടാണ് നോലൊളിച്ചത്. തൊട്ട അപ്പം നോലൊളിച്ചില്ലേ? അപ്പം നോലൊളിച്ച. പിന്നെ കുഞ്ഞാളെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് പെൺകുട്ടി ഉണ്ടായിട്ട് ഇതേമാതിരി മുടിയൊക്കെ ഇല്ലാത്ത മുടിയൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടികൾ പോര്. ബാ ബാ, ഇത് സോക്സ് ഇടാൻ നമുക്ക്. പെൺകുട്ടികളെ മാറ്റിച്ചു, പക്ഷെ അതിന് പറ്റിയ പെൺകുട്ടിയും കൂടി ആകണം. സോക്സ് കിട്ടും. രണ്ട് കാലുമേല് സോക്സും. ഞാൻ നീച്ച് നിർത്ത. എന്താണ് ഷൂ? ഇപ്പൊ നോക്കാണ് ഇപ്പൊ മുടിയൊക്കെ കെട്ടി സോക്സ് ഒക്കെ ഇട്ട് ലെവലായപ്പോ കമന്റേഴ്സിന് കുട്ടിനെ അങ്ങനെ ആക്കാണ്, അതിന് വയ്യാത്ത ടൈമിൽ എന്തിനാ ഓഫ് ആക്കിയോ ഫുള്ള് ഓൺ ആക്കാൻ. ഇപ്പൊ ഓൺ ആക്കിയതൊക്കെ അറിയട്ടോ ക്യാമറ. അപ്പൊ ഒന്ന് ഇതായി ബാ പെട്ടിന്റെ മേത്തേക്ക് കാണുന്നോലെ എങ്ങനെയാണ് കാട്ടിയ മതി. അങ്ങനെ ഗൈസ്, ഇന്ന് നമുക്ക് വമ്പനൊരു ഡെലിവറി വന്നിക്കണല്ലേ? അബ്രോ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് നിർത്തിക്ക, സൗണ്ട് ഉണ്ടാക്കാതെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്ക. ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്ത്, എന്നിട്ട് ഞുർട്ടല്ല. സ്വിമ്മിങ് പൂളൊന്നല്ല. അന്നോടല്ല അവിടെ നിർത്താൻ പറഞ്ഞത്. ഇപ്പൊ എന്തല്ലേ സൗണ്ട് ഉണ്ടായി? ഞാൻ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടതായി. എന്തിനാ ഓലെ പീഡിക്കാരനെ വെച്ചിക്കണ്? അപ്പൊ ഗൈസ്, അങ്ങനെ ഞാനും കുഞ്ഞോളും മഞ്ചേരിക്ക് പോകാൻ നിൽക്കട്ടെ. അപ്പോഴാണ് നമ്മളെ ഈ ഒരു കൊറിയർ വന്നത്. എന്താണ് ബോക്സ് നമുക്ക് രാത്രി പൊട്ടിച്ചേക്കല്ലേ? ഉള്ളിലേക്കാക്കണേ. അപ്പൊ എന്താ ഒന്നല്ലടാ, മഞ്ചേരി പോണ എന്തിനോളെ? ഒരു പാട്ടിരുത്താ എന്ത് അലൈനറിന്റെ 6 മാസമാണ് നമുക്ക് അലൈനർ തന്നിരുന്നത്. അപ്പൊ 6 മാസമായി. അപ്പൊ അതിന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ അല്ലേ? പല്ലിനാല് ഇപ്പൊ എടുക്കണെങ്കിൽ അടുത്തോണ്ടി വേണ്ടല്ലേ? അപ്പൊ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇതപ്പോ ബോക്സ് ഞങ്ങൾ എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. രാത്രി നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താ അറിയില്ല. വിവാദങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മളിവിടെ ലിബർട്ടി ഡെന്റൽ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെറിയൊരു ഇതുണ്ട് അല്ലേ? ചെറിയൊരു സ്പേസും കൂടെ ഉണ്ട്. നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അല്ലേ? ഭാവിയിൽ ഇങ്ങനെ വരും കരുതിക്കാണ്ട് ചെയ്യുമ്പോ സ്കാനിങ് അല്ലേ? ഗൈസ്, അങ്ങനെ ഞങ്ങൾ പോവാട്ടോ. അപ്പൊ ഞാൻ എന്നോട് എന്താ ചൊല്ലാൻ പറഞ്ഞത്? നമുക്കൊരു സെറ്റും കൂടി വരാണ്ടല്ലേ? അപ്പൊ വന്നിട്ട് ഞങ്ങൾ പോയിട്ടോ. പുലയില ഞങ്ങളെ ഫ്രണ്ടാട്ടോ ഗൈസ്. കുട്ടിന്റെ ഒരു ഷൂ പോയി കാണാനല്ല. വണ്ടിയിലുണ്ടോ?
കുഞ്ഞൊക്കെ ഉണ്ട് ത്രില്ലേക്കണം. ഇനിയിപ്പോൾ എന്തും പള്ളറച്ച് തിന്നല്ലേ ക്ലിപ്പട് ഊരിയപ്പോൾ, അല്ലെങ്കിൽ തിന്നല തന്നെ ഉണ്ടാവില്ല അല്ലേ? അത് ക്ലിപ്പിന്റെ ഇടങ്ങാറൊന്നുമില്ല, നമുക്ക് എപ്പോ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിലും. പക്ഷെ സത്യം പറഞ്ഞാൽ അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാവുമ്പോ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും തീറ്റക്കില്ലേ. നമുക്ക് ഫുഡ് അത് ഊരണല്ലോ എന്ന് മടിച്ചിട്ട് ഞാൻ കൊറേ സ്കിപ്പ് ചെയ്തിക്കണം ഫുഡുകള് തിന്നാതെ. രാവിലത്തെ ചായക്ക് ഞാൻ ഒഴിവാക്കും. ഊരുമ്പോ ഇനി ഉച്ചക്ക് ഊരാണെങ്കിൽ ഉച്ചക്കേ തിന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഉച്ചക്ക് ഊരുമ്പോ അല്ലെങ്കിൽ രാവിലെ ഊരി ചായ പിടിച്ച് പിന്നെ ഇട്ട് പിന്നെ അതിലേറെ സുഖം മറ്റേതാകണല്ലോ. അപ്പൊ അങ്ങനെ അത് ഭയങ്കര ഒരു സുഖമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പല്ലിന് ക്ലിപ്പ് ഇടുന്നവരൊക്കെ തടി കുറയണം അല്ലേ? പല്ലിന് ക്ലിപ്പ് ഇട്ട പ്രത്യേകിച്ച് മെല്ലും, കാരണം ഓർക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റില്ലല്ലോ. തടി കുറയും ചെയ്യും. അപ്പൊ പിന്നെ തടി കുറയുന്നതിനനുസരിച്ച് പല്ല് കൂടുതൽ പൊന്തിയ മാതിരി ഉണ്ടാവും. തടി കുറയുമ്പോ പല്ല് മുഖം ഒട്ടിയ മാതിരി അല്ലേ കാരണം. ഏതായാലും അപ്പൊ എന്റെ ഇതൊക്കെ കഴിഞ്ഞുല്ലേ. ഇനിയിപ്പോ ഇനി ഒന്നുകൂടി നോക്കാണ്ടല്ലേ ക്ലിപ്പ്, ഒരലൈനർ സെറ്റ് കൂടി ഇടാണ്ടല്ലേ. അതിന് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് റെഡി ആവും ഇക്കാരം. അപ്പം പിന്നെ ഒരു കൊറിയർ അയച്ചു തരാന്നൊക്കെയാണ്, അതുകൊണ്ട് സീനില്ല. എന്നാ പോയോക്കല്ലേ ആക്കെ. പിന്നെ അങ്ങനെ ഗൈസ് ഞങ്ങൾ പല്ലിന് ക്ലിപ്പൊക്കെ ഊരി ഒരു കുഞ്ഞോക്ക് കുറേ കാലമായിട്ടുണ്ടായിരുന്നു ചീസ് ബോംബ് കഴിക്കാൻ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡ് ലെവലിൽ കയറിയതല്ലേ. അതുകൊണ്ട് സൂപ്പർ അല്ലേ? ഇതാണ് ഏറ്റവും ഇഷ്ടം. സൂപ്പർ. അപ്പം ഇത് കഴിക്കട്ടെ ഗൈസ്, കൊതി കൂടരുതേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അബ്രു ഏതിയിലെത്തിയത് നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ. പിന്നെ ഇബ്രാഹിം ഉണ്ട് ഇവിടെ. അബ്രുവിനല്ല നല്ല അതുകൊണ്ട് ചൊറുക്കുള്ള വോയിസ് അല്ലേ. പക്ഷെ കരയുമ്പോഴേ കിട്ടുള്ളൂ സൗണ്ട്. എടാ അത് കുറച്ച് കണ്ടിരുന്നല്ലോ. ആ അതന്നെ ഇതന്നെ ഇതന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിലിപ്പോ എന്തിനാണ് ആലോചിച്ചത്? എന്തിനാണ് ആലോചിച്ചത് പറയേ? പാവാടല്ലേ തറവാട്. ജയ് മിഞ്ഞാന്നോനെ എന്തെടുത്താണ്ട തച്ചിനേതോനെ തറവാട്ട് കോണം പറഞ്ഞിട്ട് ചാർജറിന്റെ ആയിരാ. ആ അപ്പൊ ബാക്കി ഇന്ന് ഇഞ്ച വാഗായിക്കോട്ടെ അടി ചെരുപ്പ് എടുത്താണ്ടായിക്കോട്ടെ. ഇറങ്ങിക്കാണി ഞാൻ നോക്കിക്കോണ്ടായി. എന്നാലും ഒഴിച്ചിട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇറങ്ങിക്ക. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പൊ അവതിന് പെരുന്നലോളിയാട്ടോ. അവന് തറവാട്ടിൽ നിൽക്കുന്നുണ്ടോ പെരുന്നലോളിയാണ്. പിന്നെ ഇബ്രാഹിം നല്ല ഓക്കെ ആയിട്ട് നല്ല കുട്ടിയായിട്ട് ഒത്തിരിണ്ട്. അവിടെ അല്ല പുല്ലക്കാടത്തെ കുഞ്ഞാത്താന്റെ കാലുമൊക്കെ എന്താ നോമ്പുമ്പണി എടുത്തപ്പോ കസാല എന്താ മുന്നോട്ട് കാലൊടിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടാണ് കുഞ്ഞാത്താന്റെ. പിന്നെ അവിടെ തറവാട് പൂട്ടിയിട്ടൊക്കെയാണ്. ഞങ്ങൾ ആദ്യം മറന്നാണ് നിങ്ങളെ കൊണ്ടുവരാൻ അങ്ങോട്ടാ പോയത് തറവാട്ടിക്ക്. നിങ്ങൾ ഇവിടുത്തെ തറവാട്ടുകാരാണ്ടല്ലോ പോയിന്. എന്നിട്ട് അവിടെ ചെന്നപ്പോ മറന്നാണ്ട് ചെന്നു. അപ്പൊ അവിടെ അമ്മമ്മയൊന്നും ആരില്ല വാതിൽ പൂട്ടിക്കണേ. അപ്പോഴാണ് ഓർമ്മ വന്നത് നിങ്ങൾ ഇവിടേക്കാണ് പോയിക്കണെന്നുള്ളത്. പിന്നെ ഓനെ അവിടെ ഒറ്റക്ക് നിർത്തിയ ഒറ്റക്ക് നിർത്തിയ പൊട്ടിച്ചോ. ഞങ്ങൾ പൊട്ടിച്ചു ഗോവന്നോട്ടെ പൊട്ടിച്ചല്ലേ പറഞ്ഞത്. അയ്യപ്പ എന്തിനായിട്ടൊന്ന് വലിക്കേ. അബ്രു ഉണ്ട് ഫസ്റ്റ് ഇതാക്കുക. അബ്രുക്ക് ഒരിക്കൽ ഫസ്റ്റ് ഒരു സ്പൂൺ എടുത്ത അതിനെടുക്കടാ ഒരു സ്പൂൺ വേഗം. സ്പൂൺ എടുത്ത് വേഗം തിന്ന് വേഗം. ഞാൻ ഈ ക്യാമറ ഓഫാക്കിയ മുത്തേ എനിക്ക് ശരിക്കും എൻ്റെ അണ്ണാക്ക് നിറയും. അതുണ്ട് 5 വരെ ഉണ്ട്. ഞാൻ 1 2 ഓനെന്നെ എടുത്ത് തിന്നണം. 2 3 മറ്റന്നാളൊക്കെ ലീവ്. നാളെ ലീവ് ഇല്ലെങ്കിലും പോയിക്കോണ്ട്. നാളെ പോയിക്കോണ്ട് കേട്ടോ. എന്നെ പറഞ്ഞയച്ചാ പോരെ. ഇന്ന് അവിടെ ആരും ഇല്ലായിട്ടാണ് എന്നെ പറഞ്ഞേക്കാത്തത്. ഇത് പൊടി. പിന്നെ ഈ ആഴ്ച ചിപ്പാട് ഒരു ദിവസം പോയി നിന്നതാണ്. ഒന്നാളവിടെ പോയി നിന്നില്ലേ. എന്നാ അത് പൊടി. നാളെ പോയിക്കോണ്ട്. എന്നിട്ട് രാവിലെ നീച്ചിങ്ങോട്ട് വന്നാൽ മതി. 1 2 വേഗം എടുത്തോ. 3 5 വരെ ഉള്ളൂ. 4 4
ചാൻസ് തന്നത് എനിക്കാണ്. ഓനോട് തിന്നാനവർ അയച്ചെന്ന് എണ്ണട്ടോ 5 വരെ. 1 ഇതിന്നൊരു ഇങ്ങനെ സ്കൂപ്പ് എടുത്ത് തിന്ന്. 2 3 4 തന്നെ ഇബ്രാഹിമേ തിന്നെങ്കി പണ്ടാറ ഇതൊക്കെ കിട്ടിയിരിക്കണെന്നുണ്ടെങ്കിൽ ഓന്റെ തക്കാലത്ത് നിൽക്കുക എവിടെ ഇതൊക്കെ എങ്ങനെയുണ്ട്?